കരിയറിനും കുടുംബത്തിനും ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് നീങ്ങുകയാണ് നടി അഭിരാമി. രാഹുൽ പവനൻ എന്നാണ് അഭിരാമിയുടെ ഭർത്താവിൻ്റെ പേര്. മകൾ കൽക്കി. ദത്തെടുക്കലിലൂടെയാണ് അഭിരാമിയും രാഹുലും മാതാപിതാക്കളായത്. മകളാണ് ഇന്ന് അഭിരാമിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് അഭിരാമി ഇപ്പോൾ. ദത്തെടുക്കാനുള്ള കാരണത്തെക്കുറിച്ചും മകളോടൊപ്പമുള്ള ആദ്യ ദിവസങ്ങളെക്കുറിച്ചുമാണ് അഭിരാമി സംസാരിച്ചത്. എനിക്ക് 11-12 വയസ്സുള്ളപ്പോൾ ആൻറ്റിയും അങ്കിളും കുഞ്ഞിനെ ദത്തെടുത്തു. മീന എന്നാണ് പേര്. കുറച്ചു വർഷം കഴിഞ്ഞൊരു മകനെയും ദത്തെടുത്തു. അത് തൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മീനയും ഞാനും വളരെ ക്ലോസ് ആണ്. പണ്ടേ എൻ്റെ മനസ്സിൽ ദത്തെടുക്കലെന്ന ചിന്തയുണ്ട്. താൻ ആയ ശേഷം പങ്കാളിയോട് ദത്തെടുക്കലിനെ കുറിച്ച് സംസാരിച്ചു. അദ്ദേഹവും സമ്മതിച്ചു. ബന്ധുക്കളുടെ സമ്മതത്തിന് കുറച്ചു വർഷം കാത്തിരുന്നു. എല്ലാവരുടെയും സമ്മതമില്ലാതെ കുഞ്ഞിനെ ദത്തെടുത്താൽ കുഞ്ഞിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് താനും ഭർത്താവും കാത്തിരുന്നതെന്നും അഭിരാമി വ്യക്തമാക്കി. ദത്തെടുക്കലിന് എല്ലാ നടപടികളും ക്രമങ്ങളും കഴിഞ്ഞ് അനുമതി ലഭിച്ചാൽ പരമാവധി 2 ആഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞെത്തും. തയ്യാറെടുപ്പിന് 9 മാസം മറ്റുള്ളവർക്ക് ലഭിക്കുമെങ്കിലും ഇവിടെ 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ തയ്യാറെടുപ്പും ഞങ്ങൾ എടുക്കണം. പേര് തിരഞ്ഞെടുക്കുന്നത് മുതലെല്ലാം ഞാനും അമ്മയും തിരക്ക് പിടിച്ചെല്ലാം വാങ്ങി. തൊട്ടിലും ഡ്രസ്സുകളും എല്ലാം വാങ്ങി. കുഞ്ഞിനെ എങ്ങനെ പരിചരിക്കണമെന്നെല്ലാം വായിച്ചിരുന്നു. പക്ഷേ അതെല്ലാം മറന്നു പോകും. പലരും പല അഭിപ്രായങ്ങളും പറയും. കുഞ്ഞിനിങ്ങനെയാണ് പാല് കൊടുക്കേണ്ടതെന്ന് ഒരാൾ പറയും. അടുത്തയാൾ നേർ വിപരീതമായി പറയും. ഉറക്കമുണ്ടാകില്ല. സോംബിയെപ്പോലെ സർവൈവ് ചെയ്യുകയായിരിക്കും നമ്മൾ. ആദ്യത്തെ 3 മാസം സ്ട്രഗിളാണ്. നമ്മൾ ശരിയായ മാനസികാവസ്ഥയിലായിരിക്കണം. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പോലെ തന്നെ പോസ്റ്റ് അഡോപ്ഷൻ ഡിപ്രഷനും ഉണ്ടാകും. ഗർഭിണികൾക്ക് 9 മാസം ഹോർമോണൽ മാറ്റങ്ങൾ ബാധിക്കും. പക്ഷേ അഡോപ്ഷൻ ഡിപ്രഷനിൽ 2-3 ആഴ്ച കൊണ്ട് ജീവിതം മാറും. നല്ല മാറ്റമാണ്. പക്ഷേ ഒരു ഒഴുക്കിലെത്താൻ കുറച്ച് സമയമെടുക്കുമെന്നും അഭിരാമി പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനലിലാണ് നടി മനസ്സ് തുറക്കുന്നത്. ഇന്ത്യയിലും അമേരിക്കയിലും ജീവിച്ചപ്പോൾ തനിക്ക് തോന്നിയ വ്യത്യാസത്തെക്കുറിച്ചും അഭിരാമി സംസാരിച്ചു. ചെയ്യുന്ന ജോലിക്ക് അർഹമായ അംഗീകാരം ലഭിക്കുന്നത് അമേരിക്കയിലാണ്. ഇന്ത്യയിൽ നെറ്റ്വർക്കിംഗ് ആണ് പ്രധാനം. ജെൻഡർ ന്യൂട്രലായ സമൂഹമാണിവിടെ. എപ്പോൾ വേണമെങ്കിലും പോയി പഠിക്കാം. പ്രായം അവിടെ ഒരു പ്രശ്നമല്ല. അതേസമയം നമ്മുടേതായ സമൂഹം ഇന്ത്യയിലെ ലഭിക്കൂ. അമേരിക്കയിലെ സുഹൃത്ത് എൻ്റെ അടുത്തിരുന്ന് പിസ്സ കഴിച്ചാൽ മേയ് എന്ന് ഞാൻ ചോദിക്കണം. അവർക്ക് നോ പറയാം. അതവിടെ അപമാനമായി കാണുന്നില്ല. ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. എൻ്റെ കുഞ്ഞ് ഇന്ത്യയിൽ ജീവിക്കുന്നു. പാതി സമയം ഏത് അയൽക്കാരുടെ വീട്ടിലാണ് എൻ്റെ കുട്ടിയുള്ളതെന്ന് എനിക്കറിയില്ല. അത്രത്തോളവും അടുപ്പവും പരസ്പര സ്നേഹവും ഉണ്ടെന്നും അഭിരാമി പറഞ്ഞിരുന്നു. മലയാളം തമിഴ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് അഭിരാമി. മഹാരാജ, വേട്ടയാൻ എന്നീ സിനിമകളിലാണ് അടുത്തിടെ നടിയെ ശ്രദ്ധേയ വേഷത്തിൽ പ്രേക്ഷകർ കണ്ടത്. ഏറെക്കാലം ഭർത്താവിനൊപ്പം അമേരിക്കയിലായിരുന്നു അഭിരാമി. കരിയറിൽ തിരക്കേറിയ സമയത്താണ് നടി ഇടവേളയെടുത്ത് അമേരിക്കയിലേക്ക് പോയത്. തിരിച്ചു വന്നപ്പോഴേക്കും മികച്ച സിനിമകൾ അഭിരാമിക്ക് ലഭിച്ചു. ഇപ്പോഴിതാ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന കാലഘട്ടത്തെക്കുറിച്ചും അഭിരാമി സംസാരിക്കുന്നുണ്ട്. 2014 മുതൽ 2020 വരെയും അമേരിക്കയിൽ നിന്ന് ഇടയ്ക്ക് സിനിമകൾ ചെയ്തു പോകുകയായിരുന്നു. പക്ഷേ കരിയറിൽ സജീവമല്ലാത്തതിനാൽ ഇൻസെക്യൂരിറ്റി തോന്നിയിട്ടില്ല. കാരണം ഒരിക്കലും സിനിമ മാത്രമാണ് എൻ്റെ ജീവിതമെന്ന് കരുതിയിട്ടില്ല. എനിക്ക് പല മേഖലകളിൽ താല്പര്യമുണ്ട്. US-ലായിരുന്നപ്പോൾ യോഗ പഠിച്ചു. വോളണ്ടിയറായി വർക്ക് ചെയ്തു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് സിനിമകൾ ചെയ്യുന്നത് ബോണസ് പോലെയായിരുന്നു. ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് പല കാരണങ്ങളുമുണ്ട്. കോവിഡിൻ്റെ സമയത്താണ് വന്നത്. സിനിമകൾ ചെയ്യുമോ എന്ന് ഗ്യാരണ്ടിയില്ല. ആ സമയത്ത് അവിടെയുള്ള വീട് വിറ്റ് എല്ലാ സാധനവും പാക്ക് ചെയ്ത് ഞാനും ഭർത്താവും ഞങ്ങളുടെ വളർത്തുനായയും നാട്ടിലേക്ക് വന്നു. ജീവിതം മാറ്റിയ തീരുമാനമായിരുന്നു അത്. ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. എന്താണ് ഇവിടെ നടക്കുക എന്നറിയില്ല. നാട്ടിലെത്തിയ ശേഷം ഞാൻ വോയിസ് സ്റ്റുഡിയോ തുടങ്ങി. അന്ന് എല്ലാം ഓൺലൈനിലാണ് നടക്കുന്നത്. ഒരുപാട് അവസരങ്ങൾ വന്നു. കോർപ്പറേറ്റ് വീഡിയോകൾക്ക് വോയിസ് ഓവർ കൊടുത്തു. ഓൺലൈൻ എഡ്യൂക്കേഷൻ വോയിസ് ഓവർ കൊടുത്തു. ആരും ജോലി തരാൻ കാത്തു നിൽക്കാതെ താൻ തൻ്റേതായ രീതിയിൽ അന്ന് മുന്നോട്ട് പോയെന്നും അഭിരാമി വ്യക്തമാക്കി.